PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ICDS സൂപ്പർവൈസർ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് 21/2/2025 നടത്തിയ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറയുന്നത്. ഇന്ന് നമുക്ക് 38ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നോക്കാം. Which of the following statements is true regarding the recent developments in Indian economy as highlighted in current affairs? ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിലെ സമീപകാല സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് സമകാലിക കാര്യങ്ങളിൽ എടുത്തു കാണിക്കുന്ന ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ, the Indian government has decided to abolish the production linked incentive PLI scheme for white goods due to the lack of interest from manufacturers. നിർമ്മാതാക്കളുടെ താൽപ്പര്യക്കുറവ് കാരണം വൈറ്റ് ഗുഡ്സിനുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് PLA പദ്ധതി നിർത്തലാക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചു. ഓപ്ഷൻ ബി, the Indian government has selected 24 companies under the PLI scheme for white goods committing an investment of rupees 3,516 crore. വൈറ്റ് ഗുഡ്സിനായി PLI സ്കീമിന് കീഴിൽ ഇന്ത്യൻ സർക്കാർ 24 കമ്പനികളെ തെരഞ്ഞെടുത്തു. 3,516 കോടി രൂപയുടെ നിക്ഷേപം. The Indian economy has been declined in foreign investment leading to a reduction of job creation. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ വിദേശ നിക്ഷേപങ്ങളിൽ ഇടിവ് സംഭവിച്ചു. ഇത് തൊഴിലവസരങ്ങൾ കുറയ്ക്കുന്നതിന് കാരണമായി. The Indian government has announced that it will not pursue any further collaborations in the fintech sector. ഫിൻടെക് മേഖലയിൽ കൂടുതൽ സഹകരണങ്ങൾ തുടരില്ലെന്ന് ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചോദ്യം എന്താണ്? ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിലെ സമീപകാല സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് സമകാലിക കാര്യങ്ങളിൽ എടുത്തു കാണിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? The Indian government has selected 24 companies under PLI scheme for white goods committing an investment of rupees 3,516 crore. വൈറ്റ് ഗുഡ്സിനായി PLI സ്കീമിന് കീഴിൽ ഇന്ത്യൻ സർക്കാർ 24 കമ്പനികളെ തെരഞ്ഞെടുത്തു. 3,516 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായി. അടുത്ത ചോദ്യം, ഫാമിലി എൻഗേജ്മെന്റ് ഈസ് കൺസിഡേർഡ് എസെൻഷ്യൽ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ബിക്കോസ്. ശിശു വിദ്യാഭ്യാസത്തിൽ കുടുംബത്തിന്റെ പങ്കാളിത്തം പ്രധാനമാണ്. എന്തുകൊണ്ട്? ശിശു വിദ്യാഭ്യാസത്തിൽ കുടുംബത്തിന്റെ പങ്കാളിത്തം പ്രധാനമാണ്. എന്തുകൊണ്ട്? ഇറ്റ് എനേബിൾസ് എഡ്യൂക്കേറ്റേഴ്സ് ടു integrate family culture values into the classroom and fosters personalized learning. കുടുംബത്തിന്റെ സംസ്കാരവും മൂല്യങ്ങളും ക്ലാസ് മുറിയിലേക്ക് സമന്വയിപ്പിക്കുന്നതിനും വ്യക്തിഗത പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അധ്യാപകരെ സഹായിക്കുന്നു. ഇറ്റ് അലൗസ് ടീച്ചേഴ്സ് ടു ഇംപ്ലിമെന്റ് സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡ്സ് അക്രോസ് ഡിഫറെന്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്. അധ്യാപകർക്ക് വ്യത്യസ്ത കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയും. ഇറ്റ് എൻകറേജസ് എഡ്യൂക്കേറ്റേഴ്സ് ടു ഗൈഡ് ഫാമിലീസ് ടുവാർഡ് അഡോപ്റ്റിംഗ് എ യൂണിഫോം കൾച്ചറൽ ഫ്രെയിംവർക്ക്. ഏകീകൃത സാംസ്കാരിക മാതൃകയിലേക്ക് കുടുംബങ്ങളെ നയിക്കാൻ അധ്യാപകരെ സഹായിക്കുന്നു. ഇറ്റ് റെഡ്യൂസസ് ദ നീഡ് ഫോർ കൊളാബറേഷൻ ബിറ്റ്വീൻ ഫാമിലീസ് ആൻഡ് സ്കൂൾസ് മെയിൻറ്റെയിനിങ് ക്ലിയർ ബൗണ്ടറീസ്. വ്യക്തമായ അതിരുകൾ നിലനിർത്തിക്കൊണ്ട് കുടുംബവും സ്കൂളുകളും തമ്മിലുള്ള സഹകരണത്തിന്റെ ആവശ്യകത ഇത് കുറയ്ക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ചോദ്യം എന്തായിരുന്നു? ശിശു വിദ്യാഭ്യാസത്തിൽ കുടുംബത്തിന്റെ പങ്കാളിത്തം പ്രധാനമാണ്. എന്തുകൊണ്ടാണ്? കുടുംബത്തിന്റെ സംസ്കാരവും മൂല്യങ്ങളും ക്ലാസ് മുറിയിലേക്ക് സമന്വയിപ്പിക്കുന്നതിനും വ്യക്തിഗത പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അധ്യാപകരെ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു റീജിയണൽ അഡാപ്റ്റേഷൻസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓൺ കരിക്കുലം ഇൻ പ്രീ പ്രൈമറി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിച്ച് പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പാഠ്യപദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം ചുവടെ പറയുന്നവയിൽ എന്താവണം? എ യൂണിഫോം സിലബസ് ഫോർ ഓൾ റീജിയൻസ് ടു മെയിൻറ്റെയിൻ സ്റ്റാൻഡർഡൈസേഷൻ. എല്ലായിടത്തും ഏകീകരണം ഉറപ്പാക്കുന്നതിനായി ഏകീകൃത പാഠ്യപദ്ധതി. ബി, എ സിലബസ് ഡിസൈൻഡ് ടു അലൈൻ വിത്ത് ദ ലോക്കൽ എൻവിറോൺമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി നീഡ്സ്. പ്രാദേശിക പരിസ്ഥിതിയും സമൂഹത്തിന്റെയും ആവശ്യങ്ങളും പരിഗണിച്ച് രൂപപ്പെടുന്ന പാഠ്യപദ്ധതി. ഓപ്ഷൻ സി, എ സിലബസ് ഫോക്കസ്ഡ് ഓൺലി ഓൺ അക്കാദമിക് സ്കിൽസ്. അക്കാദമിക് കഴിവുകൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന പാഠ്യപദ്ധതി. എ ഗ്ലോബലി അഡാപ്റ്റഡ് സിലബസ് വിത്തൗട്ട് റീജിയണൽ ഇൻപുട്സ്. പ്രാദേശികമായ അറിവുകൾ ഒഴിവാക്കുന്ന ആഗോള തലത്തിൽ സ്വീകാര്യമായ പാഠ്യപദ്ധതി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. എന്താണ്? പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിച്ച് പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പാഠ്യപദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം എന്താകണം? പ്രാദേശിക പരിസ്ഥിതിയും സമൂഹത്തിന്റെയും ആവശ്യങ്ങളും പരിഗണിച്ച് രൂപപ്പെടുത്തുന്ന പാഠ്യപദ്ധതിയാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പാഠ്യപദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു റീജിയണൽ അഡാപ്റ്റേഷൻസ് വിച്ച് ഈസ് ദ
Which of the following is the primary focus on the curriculum of pre-primary educational institutions? ഏതായിരുന്നു? പ്രാദേശിക പരിസ്ഥിതിയും സമൂഹത്തിൻ്റെയും ആവശ്യങ്ങളും പരിഗണിച്ച് രൂപപ്പെടുത്തുന്ന പാഠ്യപദ്ധതിയാണ് ആവശ്യം. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് ടു കേരളാസ് എഡ്യൂക്കേഷണൽ സിസ്റ്റം സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് ഇറ്റ്സ് സോഷ്യോ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ 19th and 20th centuries? 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പരിഷ്കാരങ്ങളെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വിദ്യാഭ്യാസ സംഭാവനകൾ എങ്ങനെ സ്വാധീനിച്ചു? ഓപ്ഷൻ എ, by establishing schools and colleges to promote modern education offering science and English to all communities. ശാസ്ത്രവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും എല്ലാവർക്കും ലഭിക്കാൻ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു. By maintaining educational system to preserve caste divisions and reinforce hierarchies. ജാതി വിഭജനം സംരക്ഷിക്കുന്നതിനും അധികാര ശ്രേണി ശക്തിപ്പെടുത്തുന്നതിനുമുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നിലനിർത്തി. By focusing only on religious teaching, നെഗ്ലക്റ്റിംഗ് ദ ഇൻക്ലൂഷൻ ഓഫ് മോഡേൺ സയൻറ്റിഫിക് മെത്തേഡ്സ്. മതപഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ശാസ്ത്രീയ രീതികൾ ഉൾപ്പെടുന്നത് അവഗണിച്ചു. ബൈ ലിമിറ്റിംഗ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ടു ക്രിസ്ത്യൻ ഗ്രൂപ്പ്സ് എക്സ്ക്ലൂഡിംഗ് അതർ സോഷ്യൽ കമ്മ്യൂണിറ്റീസ്. വിദ്യാഭ്യാസ അവസരങ്ങൾ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് മാത്രം പരിമിതപ്പെടുത്തുകയും മറ്റു സമൂഹങ്ങളെ ഒഴിവാക്കുകയും ചെയ്തു. ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പരിഷ്കാരങ്ങളെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വിദ്യാഭ്യാസ സംഭാവനകൾ എങ്ങനെയാണ് സ്വാധീനിച്ചത്? ശാസ്ത്രവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും എല്ലാവർക്കും ലഭിക്കാൻ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു. അടുത്ത ചോദ്യം, What do you think in the main duty of an early childhood professional? ശിശു വിദ്യാഭ്യാസ പ്രവർത്തകരുടെ പ്രധാന ചുമതല എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഓപ്ഷൻസ്: എൻഷുർ ചിൽഡ്രൻ മെമ്മറൈസ് അക്കാദമിക് കണ്ടന്റ്. കുട്ടികൾ അക്കാദമിക ഉള്ളടക്കം മനഃപ്പാഠമാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. സോൾലി ഇന്ററാക്ട് വിത്ത് ചിൽഡ്രൻ വിത്തൗട്ട് ഇൻവോൾവിംഗ് ഫാമിലീസ് ഓർ കമ്മ്യൂണിറ്റീസ്. കുടുംബങ്ങളെയോ സമൂഹങ്ങളെയോ ഉൾപ്പെടുത്താതെ കുട്ടികളുമായി മാത്രം ഇടപഴകുക. മെയിൻറ്റെയിൻ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ വിത്തൗട്ട് ഫ്ലെക്സിബിലിറ്റി ഇൻ ടീച്ചിങ് മെത്തേഡ്സ്. അധ്യാപന രീതികളിൽ വഴക്കമില്ലാത്ത കർശനമായ അച്ചടക്കം പാലിക്കുക. സപ്പോർട്ട് ചിൽഡ്രൻസ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡിംഗ് ഫിസിക്കൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ആസ്പെക്ട്സ്. കുട്ടികളുടെ ശാരീരികവും വൈകാരികവും സാമൂഹികവും വൈജ്ഞാനികവുമായ സമഗ്ര വികാസത്തെ പിന്തുണയ്ക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശിശു വിദ്യാഭ്യാസ പ്രവർത്തകരുടെ പ്രധാന ചുമതല എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? എന്താണ്? സപ്പോർട്ട് ചിൽഡ്രൻസ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡിംഗ് ഫിസിക്കൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ആസ്പെക്ട്സ്. കുട്ടികളുടെ ശാരീരികവും വൈകാരികവും സാമൂഹികവും വൈജ്ഞാനികവുമായ സമഗ്ര വികാസത്തെ പിന്തുണയ്ക്കുക എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് അലൈൻ വിത്ത് ജോൺ ഡ്യൂയി's philosophy on the relationship between education and democracy? Education is a tool for fostering democratic values like equality and freedom. Education should prepare individuals to participate actively in democratic processes. Education emphasizes standardized testing to ensure societal equality. Education discourages authoritarian governance by promoting critical thinking. വിദ്യാഭ്യാസവും ജനാധിപത്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ജോൺ ഡ്യൂയിയുടെ തത്വചിന്ത ചുവടെ പറയുന്ന ഏതെല്ലാം പ്രസ്താവനകൾ പൊരുത്തപ്പെടുന്നു? വിദ്യാഭ്യാസം തുല്യവും സ്വാതന്ത്ര്യവും പോലുള്ള ജനാധിപത്യ മൂല്യങ്ങൾ വളർത്തുന്ന ഒരു ഉപകരണമാണ്. വിദ്യാഭ്യാസം വ്യക്തികളെ ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കാളികളാക്കാൻ തയ്യാറാക്കണം. വിദ്യാഭ്യാസം ഏകമാന പരീക്ഷകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ സമൂഹത്തിലെ തുല്യത ഉറപ്പാക്കുന്നു. വിദ്യാഭ്യാസം വിമർശനാത്മക ചിന്തയിലൂടെ സ്വേച്ഛാധിപത്യ ഭരണത്തെ തടയുന്നു. ഓപ്ഷൻ എ 1, 2 and 3, ഓപ്ഷൻ ബി 1 and 3, ഓപ്ഷൻ സി 2 and 4, ഓപ്ഷൻ ഡി 1, 3 and 4. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 4 ശരിയായ ഉത്തരം. വിദ്യാഭ്യാസവും ജനാധിപത്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ജോൺ ഡ്യൂയിയുടെ തത്വചിന്ത ചുവടെ പറയുന്ന ഏതെല്ലാം പ്രസ്താവനകളുമായി പൊരുത്തപ്പെടുന്നു? ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം തുല്യവും സ്വാതന്ത്ര്യവും പോലുള്ള ജനാധിപത്യ മൂല്യങ്ങൾ വളർത്തുന്ന ഒരു ഉപകരണമാണ്. വിദ്യാഭ്യാസം വ്യക്തികളെ ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കാളികളാക്കാൻ തയ്യാറാക്കണം. വിദ്യാഭ്യാസം വിമർശനാത്മക ചിന്തയിലൂടെ സ്വേച്ഛാധിപത്യ ഭരണത്തെ തടയുന്നു.
44-ാമത്തെ ചോദ്യം, ഹൗ ഡസ് ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് പ്രാക്ടീസ് DAP കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റൽ പ്രോഗ്രസ് ഇൻ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ? ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് പ്രാക്ടീസ് DAP പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ സാമൂഹിക പുരോഗതിക്ക് എന്ത് സംഭാവന നൽകുന്നു? ബൈ പ്രയോറിറ്റൈസിംഗ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ് ഫോർ മെഷറിംഗ് ഏർലി ചൈൽഡ്ഹുഡ് സക്സസ്. പ്രീ സ്കൂൾ വിജയം അളക്കാൻ മാനക പരീക്ഷകൾക്ക് മുൻഗണന നൽകുന്നു. ബൈ ഫോസ്റ്ററിംഗ് ദ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻക്ലൂഡിംഗ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കിൽസ്. കുട്ടികളുടെ സാമൂഹികവും വൈകാരികവുമായ സമഗ്ര വികസനത്തിന് പ്രാധാന്യം നൽകുന്നു. ബൈ ഫോക്കസിംഗ് സോൾലി ഓൺ അക്കാദമിക് അച്ചീവ്മെന്റ്സ് ഇൻ ഏർലി ഇയേഴ്സ്. പ്രാരംഭ വർഷങ്ങളിൽ അക്കാദമിക നേട്ടങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ബൈ ലിമിറ്റിംഗ് ലേണിംഗ് എക്സ്പീരിയൻസസ് ടു സ്ട്രക്ചേർഡ് എൻവിറോൺമെന്റ്സ്. കർശനമായ പഠന പരിസരങ്ങളിൽ പഠന അനുഭവങ്ങളെ പരിമിതപ്പെടുത്തുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. എന്താണ്? കുട്ടികളുടെ സാമൂഹികവും വൈകാരികവുമായ സമഗ്ര വികസനത്തിന് പ്രാധാന്യം നൽകുന്നു. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ സാമൂഹിക പുരോഗതി എന്ത് സംഭാവന നൽകുന്നു? കുട്ടികളുടെ സാമൂഹികവും വൈകാരികവുമായ സമഗ്ര വികസനത്തിന് പ്രാധാന്യം നൽകുന്നു. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.